Welcome to the fight, the Mullible Option Hunter Challenge. 20,000 rupees to 1 crore. സുഹൃത്തുക്കളെ, ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് കൺഫ്യൂസിങ് ആണ്. കാരണം ബുൾസും ബിയേഴ്സും കൂടിയിട്ട് നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യാഴാഴ്ചത്തെ ക്ലോസിങ് അനുസരിച്ചിട്ട് ഇന്നൊരു ബുള്ളിഷ് ഡേ ആണ്. പക്ഷേ ഓവറോൾ മാർക്കറ്റ് സെന്റിമെന്റ് ഇന്ന് ബെയറിഷാണ്. കാരണം ഗ്ലോബൽ ക്യൂസ് എല്ലാം കൂടി നോക്കുമ്പോൾ നല്ലതായിട്ട് ബെയറിഷാണ് മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ആയി നല്ലൊരു ഫാള് നിന്ന്. പക്ഷേ മാർക്കറ്റ് ഇവിടുന്ന് ബുൾസ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇയർ റേഞ്ചിൽ നിന്ന് ആ ഒരു മാർക്കറ്റ് തിരിച്ചു കൊണ്ടുവരാൻ തന്നെയാണ് അവർ മാക്സിമം ട്രൈ ചെയ്യുന്നത്. അത് എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു 560 അല്ലെങ്കിൽ ഇന്നലത്തെ ഡേ ലോ വരെ ഒക്കെ ചിലപ്പോൾ അതിൽ കൂടുതലും തിരിച്ച് നല്ലൊരു മൂവ്മെന്റ് ബുൾസ് തിരിച്ചു കൊണ്ടുവരും മാർക്കറ്റിനെ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല. ജസ്റ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകിൽ ഒരു ഇവിടെ ഒരു സപ്പോർട്ട് വിവാപ്പിലൊരു സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് നമുക്കൊരു ട്രേഡ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ട് എത്തുന്നില്ല മാർക്കറ്റ്. നമ്മൾ ചാടി കയറിയിട്ട് ട്രേഡ് എടുക്കണായിട്ടും നല്ലത് ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു ട്രേഡ് എടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം നമ്മളുടെ ഈ റെസിസ്റ്റൻസ് പ്രോപ്പറായിട്ട് ബ്രേക്ക് ആയി ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇവളെ ചെറുതായിട്ട് നമുക്ക് ചെറിയൊരു പ്രോഫിറ്റിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാർക്കറ്റ്. പക്ഷേ ഇവിടുന്ന് ഒരു റെഡ് ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള കാണുന്നുണ്ട്. പക്ഷെ നമ്മൾ എക്സിറ്റ് ചെയ്യുന്നില്ല. നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്യണം. നമ്മൾ എപ്പോഴാണ് എക്സിറ്റ് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ 420 ബിലോ വരികയാണെന്ന് നമ്മൾ എക്സിറ്റ് ചെയ്യും. നമ്മൾ ഈ ബ്രേക്ക് ഔട്ട് പോയിന്റിന്റെ ബിലോ വരികയാണെങ്കിൽ എക്സിറ്റ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് ഡേ ഹൈ നല്ലൊരു ക്യാൻഡിലോടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 560 വരെ നമ്മൾ വെയിറ്റ് ചെയ്യും. ഓക്കെ, തിരിച്ച് ക്യാൻഡിലേർ ഗ്രീൻ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഏകദേശം ഒരു 750 രൂപയോളം പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് വെയിറ്റ്. നമുക്കിപ്പോൾ ഒരു 900 സംതിങ്, വീണ്ടും 750 അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഹയർ ടൈം ഫ്രെയിമിൽ എന്താണ് അവസ്ഥ എന്ന് നോക്കി വെക്കാം. 1 അവറിലെ യെസ്, 1 അവറിൽ ജസ്റ്റ് ഒരു ക്യാൻഡിൽ ഇപ്പോൾ ഫിനിഷ് ആയിട്ടുള്ളൂ. അതുപോലെ വൺ ഡേ വൺ ഡേയിൽ നമുക്ക് ഈ ഒരു 476 മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം. സുഹൃത്തുക്കളെ, മാർക്കറ്റ് നമ്മൾ ചെറുതായിട്ടൊന്ന് പേടിപ്പിച്ചിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാനൊരു സെൽ ഓർഡർ ഇടാണ്. 158 ലിമിറ്റ് 189. ഓക്കെ, നമുക്ക് ഇവിടുന്ന് നല്ലൊരു പുഷ് കിട്ടുകയാണെങ്കിൽ ഓർഡർ എക്സിക്യൂട്ട് ആവും. ജസ്റ്റ് വെയിറ്റ് ചെയ്യാം.
വിയേഴ്സും കൂടുതൽ ആക്റ്റീവാണ്. അവർ ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട് മാർക്കറ്റിനെ താഴത്തേക്ക് കൊണ്ടിട്ട് ആ ഒരു പോയിന്റ് 452 പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ക്യാൻഡിൽ ചിലപ്പോൾ നല്ലൊരു ഫാൾ തരാൻ ചാൻസ് ഉണ്ട്. അവർക്ക് ഈ ഒരു ലെവലിൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ബുൾസിന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നന്നായിട്ട് ഫാൾ ചെയ്യാൻ ചാൻസ് ഉണ്ട്. യെസ്, അവരവിടെ പ്രൊട്ടക്ട് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഇനി ഒരു നല്ലൊരു പുഷ് മുകളിലോട്ട് കിട്ടണം. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലത്തെ ഒരു മൂവ്മെന്റ് കാണുന്നില്ല. ബിയേഴ്സ് മാക്സിമം പ്രൊട്ടക്ട് 482 എന്നുള്ളത് പ്രൊട്ടക്ട് ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ചിലപ്പോൾ എക്സിറ്റ് ചെയ്യാം. നമുക്ക് പ്രോഫിറ്റ് കുറയുന്നുണ്ട്. എന്തായാലും ഒന്നും കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം. രണ്ടുപേരും മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, ബുൾസും ബിയേഴ്സും. യെസ്, ബിയേഴ്സ് ആർ ട്രൈങ് ടു വിൻ. ഇനി നല്ലൊരു ഹെവി ക്യാൻഡിൽ അപ്വേർഡ് കിട്ടിയല്ലാതെ ബുൾസിന് വിൻ ചെയ്യാൻ പറ്റൂല. ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഒന്ന് നോക്കിയിട്ട് എക്സിറ്റ് ചെയ്യാം. കാരണം നമ്മളെ വ്യൂ റോങ് ആവാൻ ചാൻസ് ഉണ്ട്. ഡേ ഹൈ അവർ മാക്സിമം പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് വ്യൂവേഴ്സ്. ഓക്കെ, ബുൾസ് ആർ ബാക്ക്. ഒരു പുഷ് കൂടി കിട്ടണം, എന്നാൽ അത് 505 മുകളിലേക്ക് എത്തും. ഒരു ബ്രേക്ക്ഔട്ട് കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, നല്ലൊരു മൂവ്മെന്റ് കിട്ടാനുള്ളൊരു ഒരു ചാൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഈ ക്യാൻഡില് നല്ലൊരു മൂവ്മെന്റത്തോടെ ബ്രേക്ക് ചെയ്യണം. ഓക്കെ, 452 ബ്രേക്ക് ചെയ്തിട്ടുണ്ട്.
ഫ്രണ്ട്സ്, ആ ഒരു സ്ട്രെങ്ത് നമുക്ക് കാണുന്നില്ല, അതുകൊണ്ട് ഇതൊന്ന് മോഡിഫൈ ചെയ്യുന്നുണ്ട്. നമ്മളത് എക്സിറ്റ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആയി പോകാനുള്ള ചാൻസ് കാണിക്കുന്നുണ്ട്. കാരണം ഇവിടുന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തത് നല്ലൊരു ഗ്രീൻ ക്യാൻഡിലാണ്. ആ ഗ്രീൻ ക്യാൻഡിൽ ഇത് 505 ബ്രേക്ക് ചെയ്തിട്ട് ഇതിന്റെ മോഡ് ക്ലോസ് ചെയ്യുന്ന തരത്തിൽ, പക്ഷെ അങ്ങനെ ഒരു ക്യാൻഡിൽ നമുക്ക് കിട്ടിയില്ല. അത് കാരണമാണ് ഞാൻ എക്സിറ്റ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ നമ്മൾ 169 എക്സിറ്റ് ചെയ്ത് 156 റേഞ്ചിലേക്ക് വന്നിട്ടുണ്ട്. ശരിക്കും അതൊരു ഷിവറിങ് ക്യാൻഡിലായിരുന്നു. അതായത് നമ്മളെപ്പോലുള്ളവരൊക്കെ ഒഴിവാക്കുക എന്നുള്ള, കോൺഫിഡൻസ് ഇല്ലാത്തവരൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാൻഡിൽ കണ്ടില്ലേ. നമ്മൾ എക്സ്പെക്ട് ചെയ്ത ക്യാൻഡിൽ ഇത് എപ്പോഴാണ് തിരിച്ചു വന്നത്. നമ്മൾ ഏകദേശം ഓപ്ഷൻ പ്രൈസ് 177 ആ റേഞ്ചിൽ നോക്കുന്നുണ്ട്. തീർച്ചയായും അത് ഈ റെസിസ്റ്റൻസ് അത് ബ്രേക്ക് ചെയ്യും ഈ ക്യാൻഡിൽ. ബിയേഴ്സ് നല്ല ഫൈറ്റ് ആണ് കേട്ടോ. എന്തായാലും നമുക്കൊന്നുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം, ഇൻട്രസ്റ്റിംഗ് ആണ്. ഏതായാലും നമ്മൾ ട്രേഡ് എടുത്ത് കഴിഞ്ഞു, ഇനി വേറെ ട്രേഡ് ഒന്നും എടുക്കുന്നില്ല. ജസ്റ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ആരാണ് വിൻ ചെയ്യാം. 99% ബുൾസ് വിൻ ചെയ്യും. യെസ്, ബുൾസ് വിൻ. സി, നമ്മൾ സെറ്റ് ചെയ്ത ടാർഗറ്റ് ഒക്കെ ക്ലോസ് കവർ ചെയ്ത് പോയി. ജസ്റ്റ് നമ്മളൊന്ന് ഷെയർ ചെയ്ത് ഒഴിവാക്കിയിട്ട് മാർക്കറ്റ് തിരിച്ചു വന്നു. നമ്മൾ ചാർജസ് നമ്മൾ ആപ്പ് കാൽക്കുലേറ്റ് ചെയ്ത് ചെറിയൊരു വ്യത്യാസമുണ്ട്. 21,891 ആണ് ഇതിൽ കാണിക്കുന്നത്. നമ്മൾ ആക്ച്വൽ 21,848 ഉള്ളൂ. നമുക്കത് പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് പുതിയ ട്രേഡ് ജേണൽ ചെയ്യാം. ന്യൂ 18 ഓപ്ഷൻസിൽ, നിഫ്റ്റി ഓപ്ഷൻസിൽ 65 ക്വാണ്ടിറ്റിയാണ് നമ്മൾ എടുത്തത്. അടുത്തത് ഓർഡേഴ്സ് 135.85 നമ്മൾ എടുത്തത്. 135.85 എക്സിറ്റ് ചെയ്തത് 169. എക്സിറ്റ് ചെയ്ത് മൂഡ് ഓൾമോസ്റ്റ് കാമായിരുന്നു. ഓക്കെ, ചെറിയ വ്യത്യാസം ഉണ്ടല്ലോ നമ്മളെ ട്രയാൻഡൽ കാണിക്കുന്നത്. 138.85. സോറി, ഇവിടെ 138.85 ആണ്. ഓൾമോസ്റ്റ് ഗുഡ് ഡേ. But didn't hold trade with confidence. കാരണം നമ്മൾ കോൺഫിഡൻസോട് ഹോൾഡ് ചെയ്യാനെങ്കിൽ നമുക്ക് 189 നമുക്ക് 20 പോയിന്റ്സും കൂടി ക്യാപ്ചർ ചെയ്യായിരുന്നു. ഇപ്പോൾ സ്ട്രൈക്ക് ഏകദേശം ട്രേഡ് ചെയ്യണത് നമുക്ക് നോക്കുകയാണെങ്കിൽ 262 രൂപയാണ് ട്രേഡ് ചെയ്യണം. ഏകദേശം നമ്മൾ എടുത്തതിനെക്കാട്ടിലും 100 പോയിന്റ്സ് അധികം ആ റേഞ്ചിൽ ട്രേഡ് ചെയ്യും. എല്ലാ പോയിന്റ്സും നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കിട്ടുന്നത് ക്യാപ്ചർ ചെയ്തിട്ട് നമ്മളുടെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് വിഷയം. ഓക്കെ, സേവ് ട്രേഡ്. ഓക്കെ, നമുക്ക് ഓൾമോസ്റ്റ് ഏകദേശം 3,700 പ്രോഫിറ്റ് ഉണ്ട്. ജസ്റ്റ് നോക്കുകയാണെങ്കിൽ
ഇനി നമുക്കൊരു 6200 കൂടി അച്ചീവ് ചെയ്യണം ഈ മാസം, എന്നാലും 30K ആവുള്ളൂ. നമ്മൾ ടോട്ടൽ 6 ട്രേഡ് ആയിരുന്നു, 4 ട്രേഡ് പ്രോഫിറ്റ്, 2 ട്രേഡ് ലോസ്. ഓക്കെ, നമ്മൾ റൂള് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ മന്തിൻ്റെ ആയിട്ടൊരു ജസ്റ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കാം. ഇപ്പോഴല്ല, മന്തിൻ്റെ എടുക്കാം. അപ്പോൾ ഓക്കെ, വേറൊരു ദിവസം നമുക്ക് നാളത്തെ ട്രേഡ് അപ്ഡേറ്റ് നാളെ ചെയ്യാം.